ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള വാനില പുഡിംഗ് തയ്യാറാക്കിയാലോ? പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ എടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ചെറുതീയിലായിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം, കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടി. നല്ലപോലെ നമ്മുടെ മിക്സ് ഒന്ന് കുറുകി വരണം. ആ സമയം വരെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ലേശം ഒരു നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം, എയർ ഒന്നും വരാതിരിക്കാനായിട്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ പുഡിംഗ് ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിൾ അല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.